ഇല്ല, എൻ്റെ മണ്ഡലത്തിൽ സത്യം പെട്ടില്ല. പക്ഷേ അത് ജനാധിപത്യത്തിന് വലിയൊരു ഭീഷണിയാണ്. അതിലൊരു രാഹുൽ ഗാന്ധി ഉന്നയിച്ച വിഷയത്തിൽ ഇലക്ഷൻ കമ്മീഷൻ തീർച്ചയായിട്ടും ഒരു സുതാര്യത കാണിക്കുകയും അത് കൃത്യമായ മറുപടി നൽകുകയും ചെയ്യണം. ഒളിച്ചോടിയിട്ടൊന്നും കാര്യമില്ല. കാരണം ഡെമോക്രസിയാണ് ഇന്ത്യയുടെ ഏറ്റവും വലിയ ശക്തി. ആ ഡെമോക്രസിയിൽ ഇങ്ങനെ ഒരു തട്ടിപ്പ് നടക്കുന്നു എന്ന് പുറത്തു വന്നാൽ നമ്മുടെ ജനാധിപത്യത്തിലുള്ള വിശ്വാസം ജനങ്ങൾക്ക് നഷ്ടപ്പെടും. ഇപ്പോൾ തന്നെ പലരും വോട്ട് ചെയ്യാൻ തന്നെ പോകാത്തൊരു കാലമാണ്. അപ്പോൾ അതൊരു വോട്ട് ചെയ്യാതിരിക്കുന്ന ഒരു ഫാഷനാണെന്ന് വിചാരിക്കുന്ന ആൾക്കാരും ഉണ്ട്. ആ കാലഘട്ടത്തിൽ ഇതൊരു പ്രഹസനമാണ് എന്ന് തോന്നാൻ പാടില്ല. TN ശേഷനെ പോലുള്ള മഹാന്മാരായ വ്യക്തികൾ ഇരുന്ന കസേരയിൽ ഇരിക്കുന്നവർ അതിൻ്റെ ഒരു 100-ലെന്നെങ്കിലും മര്യാദ കാണിക്കണം. ഇങ്ങനൊരു ആരോപണം വരുമ്പോൾ ആ ആരോപണം ശരിയല്ലെങ്കിൽ അത് ശരിയല്ലെന്ന് തെളിയിക്കാനുള്ള പൂർണ്ണമായ ബാധ്യത ഇലക്ഷൻ കമ്മീഷനാണ്. വേറെ വിഷയങ്ങൾ അത് പല സ്ഥലത്തുമുണ്ട്. ശ്രദ്ധയിൽപ്പെട്ടാൽ നമ്മൾ നടപടിയെടുക്കും. അങ്ങനെ ചെയ്യുന്നുണ്ട്. കാരണം വെച്ചാൽ ഈ കൺസെഷൻ്റെ കാര്യത്തിൽ അവർ സമരം ചെയ്തതിന് വേണ്ടിയിട്ടാണ്. കൺസെഷൻ ചാർജ് വർദ്ധിപ്പിക്കാൻ തയ്യാറല്ല, ഗവൺമെൻറ്റും തയ്യാറായില്ല, വിദ്യാർത്ഥി സംഘടനകൾ അതിനോട് യോജിച്ചില്ല. അപ്പോൾ അതുകൊണ്ട് ഈ കയറ്റാതെ പോകുന്നുവെന്ന് അറിഞ്ഞാൽ നമ്മൾ നടപടിയെടുക്കാൻ പറ്റും. സുരേഷ് ഗോപി എംപിയുടെ ഡ്രൈവറുടെ പേരിൽ ഉൾപ്പെടെ വ്യാജ വോട്ട് ചേർത്തു എന്നുള്ളതാണ് ഇപ്പോൾ ഏറ്റവും ഒടുവിൽ വന്നിട്ടുള്ളത്. വേറെ എന്തെങ്കിലും പുതിയ ബസ്സുകൾ ഇറങ്ങാൻ പോവുകയാണ്. പുതിയ ബസ്സുകൾ വന്നു തുടങ്ങിയിട്ടുണ്ട്. 21-ാം തീയതി മുഖ്യമന്ത്രി ഉദ്ഘാടനം ചെയ്യും. അത് കഴിഞ്ഞാൽ 22, 23, 24 കനകക്കുന്നിൽ വെച്ച് ഒരു മോട്ടോർ ഷോ നടത്തുന്നുണ്ട്. ഒരു വണ്ടികളുടെ പ്രദർശനം. KSRTC വണ്ടികൾ മാത്രമല്ല, ഇന്ത്യയിൽ ഇറങ്ങുന്ന എല്ലാ വാഹനങ്ങളുടെയും പൗലീനുകളും ഒക്കെയുള്ള കേരളത്തിൽ ആദ്യമായിട്ടായിരിക്കും അത്രയും വലിയൊരു മെഗാ ഷോ നടത്തുകയാണ്. അതിനകത്ത് കുടുംബസമേതം എല്ലാവരും വന്ന് കാണണം. പ്രവേശനം സൗജന്യമാണ്. KSRTC വാങ്ങുന്ന വാഹനങ്ങൾ, അതിൻ്റെ വെറൈറ്റികൾ, അതുകൂടാതെ മറ്റ് കമ്പനികൾ ഉണ്ടാക്കുന്ന വാഹനങ്ങളുടെ സ്റ്റോളൊക്കെ ഉണ്ട്. അതൊരു വലിയൊരു വാഹനപ്രേമികൾക്ക് ഒരു എക്സ്പോ ആണ്. വാഹനപ്രേമികൾക്ക് കാണാൻ പറ്റുന്ന രസകരമായ ഒരു അനുഭവമായിരിക്കും അത്. കുഞ്ഞുങ്ങൾക്ക് ഇത്രയധികം വണ്ടികൾ ഒരുമിച്ച് കാണാൻ ഒരവസരം കിട്ടും. എല്ലാവരെയും ഞാൻ ക്ഷണിക്കുകയാണ്. മാധ്യമങ്ങളും അതിൽ സഹകരിക്കണം. നിങ്ങളതിന് ഇപ്പോൾ ഞാൻ ഇത് കഴിഞ്ഞിട്ട് ഞാൻ പാപ്പനംകോടയിൽ പോകുന്നുണ്ട്. പുതിയ വണ്ടി ഒന്ന് ഓടിച്ചു നോക്കാൻ പോവുകയാണ്. പുതിയ വണ്ടി വന്നു, 2 വന്നു. ഇനി ബസ്സുകൾ ഒരുപാട് വരാനുണ്ട്. ഇത് വരും ദിവസങ്ങളിൽ നിറച്ച് വരും. വണ്ടികളെല്ലാം പണി തീർന്നിരിക്കുകയാണ്, വന്നുകൊണ്ടിരിക്കുകയാണ്. പെയിൻറ്റിങ് സ്റ്റൈലാണ് വണ്ടികൾ.